രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്, റമദാൻ മാസത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ മഹത്വമുണ്ട്, പുണ്യമുണ്ട് എന്നതുപോലെ റമദാനിൽ തിന്മകൾ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ശിക്ഷയുണ്ടോ എന്നുള്ളതാണ്. ഏതുപോലെ ഇപ്പോൾ കഅബയിൽ പരിശുദ്ധ ഹറമിൽ നന്മ ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രതിഫലം, അവിടെ തിന്മ ചെയ്താൽ അതിന് അതിൻ്റേതായ ശിക്ഷയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് മസ്ജിദുൽ ഹറാമിൻ്റെയും ഹറം പ്രദേശത്തിൻ്റെയും പ്രത്യേകതയാണ്. മൻ യുരിദു ഫീഹി ബിൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. അവിടെ വല്ലവരും തിന്മ ഉദ്ദേശിച്ചാൽ, തിന്മ ചെയ്യണമെന്നില്ല, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ അവന് ശക്തമായ ശിക്ഷ കൊടുക്കുമെന്ന്. അത് ഹറമിൻ്റെ ഒരു പവിത്രതയാണ്, അത് പ്രത്യേകം പ്രമാണത്തിൽ വന്നതുമാണ്. എന്നാൽ അതുപോലെ റമദാൻ മാസത്തിൽ നിങ്ങൾ തിന്മ ചെയ്താൽ അതിന് കൂടുതൽ ശിക്ഷയുണ്ട് എന്ന് പ്രമാണങ്ങളിൽ വന്നിട്ടില്ല. ഹദീസിലോ ആയത്തിലോ റമദാനിൽ നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റ് നിങ്ങൾക്ക് കൂടുതൽ ശിക്ഷയുണ്ട് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധ്യമല്ല. അതേ സ്ഥാനത്ത് അള്ളാഹ് ഒരു മാസത്തിന് ഒരു സമയത്തിന് പവിത്രത കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളെ ആ പവിത്രതയോടുകൂടി നമ്മൾ കാണുക എന്നുള്ളത് ദീനിനോടുള്ള നമ്മുടെ ഒരു അദബാണ്. അപ്പം ആ പവിത്രതയെ കളങ്കം വരുത്തുക എന്ന നിയത്തോടു കൂടി ഒരാൾ ആ സമയത്ത് നന്മ തിന്മ വേർതിരിവുകളില്ലാതെ തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അപ്പം അത് അവൻ്റെ നിയ്യത്ത് പോലെയാണ്. ഇതല്ലാതെ ആ മാസത്തിൽ നിങ്ങളൊരു തിന്മ ചെയ്യുകയാണെങ്കിൽ ആ തിന്മക്ക് കൂടുതൽ ശിക്ഷയുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ എന്തില്ല, നമുക്ക് ഹദീസുകളൊന്നും അല്ലെങ്കിൽ ആയത്തുകളിലോ കാണാൻ സാധ്യമല്ല. മറിച്ച് അള്ളാഹ് ബഹുമാനം കൊടുത്ത സ്ഥലങ്ങൾ, ബഹുമാനം കൊടുത്ത സമയങ്ങൾ അതിനെ ബഹുമാനിക്കണം. അതിനോട് ബഹുമാനക്കേട് കാണിക്കുമ്പോൾ അതൊരു കുറ്റകരമായ കാര്യമാണ്. ഇപ്പോൾ വ്യക്തികളെ ബഹുമാനിക്കണം, വലിയൊരാളെ ബഹുമാനിക്കാൻ, വലിയവനെ ബഹുമാനിക്കണം, ചെറിയവനെ സ്നേഹിക്കണം. ഈ ബഹുമാനം അല്ല കൽപ്പിച്ചതാണ്. അത് ആ കൽപ്പനയ്ക്ക് എതിരായ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അവനൊരു കുറ്റക്കാരനായി തീരുന്നു. അങ്ങനെയുള്ള ഒരു കുറ്റം എന്നുള്ളതല്ലാണ്ട് ഹദീസുകളിൽ ഇന്ന തെറ്റ് ചെയ്താൽ അതിന് ഒരു പ്രത്യേക ശിക്ഷയുണ്ട്, അതൊരു പ്രത്യേക പാപമാണ് റമദാനിലാകുമ്പോൾ എന്ന് വന്നിട്ടില്ല. ദാവൂദ് നബിയുടെ നോമ്പ്, അത് ഹദീസുകളിൽ ഖൈറു സിയാമി സിയാമു ദാവൂദ് എന്നേ ഉള്ളൂ. അത് ദാവൂദ് നബിക്ക് മാത്രമുള്ളതായിരുന്നോ അതോ ദാവൂദ് നബിയുടെ ജനതയ്ക്ക് കൂടിയുള്ളതായിരുന്നോ എന്ന് വേർതിരിച്ച് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോഴും നോമ്പിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എല്ലാ ആളുകളുടെ ഓരോ നബിമാരുടെ കാലഘട്ടത്തിലും നമസ്കാരങ്ങളുണ്ട്. അത് നബിമാരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് പറയാറുള്ളത്. അപ്പം നബിമാരിലേക്ക് ചേർത്തി പറയപ്പെടുന്ന പല വിഷയങ്ങളും ആ നബിമാരുടെ ഖൗമ് അടക്കം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. ആ അർത്ഥത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ദാവൂദ് നബിയുടെ കാലഘട്ടത്തിലുള്ള ആ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് മാത്രമുള്ളൊരു കാര്യമല്ല, ആ ജനതയ്ക്ക് കൂടി അല്ലാഹു തആല മതനിയമമാക്കിയതായിരുന്നു. ഇനി ഈ ഉമ്മത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല മറ്റുള്ള ആളുകൾക്കൊന്നുമില്ലാത്ത ചിലത് പ്രത്യേകമാക്കിയിട്ടുണ്ട്. അത് ഇബാദത്തുകളുടെ വിഷയത്തിലുണ്ട്, വേറെ ചില കാര്യങ്ങളിലുണ്ട്, നബിക്ക് മാത്രം ഖാസ്വായ ചില കാര്യങ്ങൾ. ആ നിലക്ക് അങ്ങനെ ആകാനും സാധ്യതയുണ്ട്. അപ്പം ഏതായാലും നമുക്കതിൽ ഒരു കൃത്യമായിട്ട് ഇത് ദാവൂദ് നബിക്ക് മാത്രമുള്ളതാണെന്നോ അല്ല ദാവൂദ് നബിൻ്റെ ജനതയ്ക്ക് മുഴുവൻ ഉള്ളതായിരുന്നാണെന്നോ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. അതിൻ്റെ പൂർണ്ണൊരു വിശദീകരണം അതിൻ്റെ ഷറഹുകൾ ഇപ്പം നമ്മൾ ഇങ്ങനെ ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. അത്താഴത്തിൽ ജൂതന്മാർ എന്തുകൊണ്ട് കഴിച്ചില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് പല വിഷയങ്ങളും മതനിയമങ്ങളിൽ ഒരു മാറ്റം വരുത്തലും അവർ മതത്തിന് എതിരായി ചെയ്യലും അവരുടെ പ്രകൃതമായിരുന്നു. ഇപ്പോൾ നോമ്പ് തുറന്ന വിഷയത്തിലും കാണാം, അവർ ഒരു വൈകി ഉദിക്കുന്നൊരു നക്ഷത്രമുണ്ട്, അത് ഉദിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ, നോമ്പ് തുറക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു കൽപ്പനക്കും എതിര് പ്രവർത്തിക്കുക എന്നുള്ളത് അവരിലൂടെ വന്നൊരു പാരമ്പര്യമായിട്ടൊരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുക, നിയമങ്ങൾക്കെതിരെ കുതന്ത്രം കാണിക്കുക. അപ്പോൾ നെയ്യ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവരോട്. അപ്പോൾ അവർ അത് ഉരുക്കിയിട്ട് അതിൻ്റെ എണ്ണ എടുത്തിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങി. മീൻ പിടിക്കാൻ പാടില്ല ഇന്ന ദിവസം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ചാല് കീറിയിട്ടിട്ട് പിറ്റേ ദിവസം പോയി മീൻ പിടിക്കാം. അപ്പോൾ റബ്ബ് നിയമം പറയുമ്പോൾ നിയമത്തെ തെറ്റിക്കുക, നിയമത്തെ ലംഘിക്കുക, നിയമത്തിന് എതിരെ കുതന്ത്രം കാണിക്കുക എന്നൊരു സമീപനം പഴയ കാലത്ത് അഹ്ലു കിതാബിൽപ്പെട്ട പല ആളുകളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിരിക്കാം ഓരോ കാലത്ത് നിയമങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത കാലത്ത് പിന്നെ അത് നിയമമായി മാറുകയാണ്. അങ്ങനെ വന്നതായിരിക്കാം. അല്ലാതെ അവർ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പഴയ കാലമല്ല, ഏത് സംഗതിയും. ഇപ്പോൾ നോമ്പിൻ്റെ വിഷയത്തിൽ നോമ്പ് തുടങ്ങേണ്ട സമയം
ഫജ്റിൻ്റെ ഉദയം മുതൽ സൂര്യാസ്തമയം വരെ എന്നാണ്. ഫജ്റിൻ്റെ ഉദയം, സൂര്യൻ്റെ ഉദയമല്ല, ഫജ്റിൻ്റെ ഉദയം മുതൽ സൂര്യൻ്റെ അസ്തമയം വരെ, അതാണ് നോമ്പിൻ്റെ സമയം. അതാണ് തുമ്മ അത്തിമു സിയാമ ഇലല്ലൈൽ, നിങ്ങൾ രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഈ തുടക്കം ഫജ്റാണ്. ഫജ്ർ രണ്ട് തരമുണ്ട്. ഒന്ന് ഫജ്ർ അൽ കാദിബ്, മറ്റൊന്ന് അൽ ഫജ്റു അസ്വാദിഖ്. നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും ഫജ്റുൽ കാദിബും ഫജ്റു സ്വാദിഖും. ഫജ്റുൽ കാദിബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആ സമയമാണ്. അപ്പോൾ ഒരു വെള്ള അടയാളം ചക്രവാളത്തിൽ കാണും. അതിങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ ഈ എന്താ പറയുക, ചക്രവാളം പോലെ തന്നെ ഈ നിലക്കാണ് കാണുക, ഇങ്ങനെ ഈ നീളത്തിൽ. പിന്നെ ഫജ്ർ സ്വാദിഖുണ്ട്. അത് ആ സമയത്താണ് എന്ത് കൊടുക്കുന്നത്? സുബഹിൻ്റെ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോഴും ആകാശത്തൊരു വെള്ള അടയാളം ഉണ്ടാകും. അതിങ്ങനെ ഇങ്ങനെ മേൽന്ന് താഴോട്ടാണ്, മറ്റേത് അടുത്തുനിന്ന് വലത്തോട്ട്. അപ്പോൾ ഫജ്റുൽ കാദിബും ഫജ്റു സ്വാദിഖും രണ്ടും ആകാശത്തിലുള്ളൊരു തരം വെള്ള കളറാണ്. ഈ ഫജ്റുൽ കാദിബിൽ ഇങ്ങനെ കിടക്കുന്നു വീതിയിൽ, ഫജ്റു സ്വാദിഖിൽ ആ വെള്ള അടയാളം ഇങ്ങനെയാണ് കാണാം. ആ ചക്രവാളത്തിൽ നോക്കിയാൽ അത് കാണാം. ഈ ഫജ്റു സ്വാദിഖ് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷണം കഴിക്കാനോ ഉപയോഗിക്കാനോ പാടില്ല. ബാങ്ക് അല്ല അവിടെ നിയമം. ഇനി ഒരു നാട്ടിൽ ബാങ്ക് ഇല്ല എന്ന് വിചാരിക്കും, ഒരു നാട്ടിൽ പള്ളി ഇല്ല, അവിടെ ഒരു മുസ്ലിം ഉണ്ട്, അവനക്ക് നോമ്പ് തുടങ്ങണമല്ലോ. അവൻ നോമ്പ് തുടങ്ങേണ്ട എപ്പോഴാണ്? ബാങ്ക് നോക്കിയിട്ടല്ല. അവർക്ക് അവിടെ ബാങ്ക് കേൾക്കാനും ഇല്ല, ബാങ്കിൻ്റെ അവസരവും ഇല്ല. അല്ലെങ്കിൽ ഒരാൾ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് എത്തി, ആരുമില്ലാത്ത സ്ഥലത്താണ്, പള്ളികളൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സമയം ഏതാണ്? ഫജ്ർ സ്വാദിഖ് മുതൽ സൂര്യൻ്റെ അസ്തമയം വരെ. അപ്പോൾ എപ്പോഴാണ് ഈ ഫജ്ർ ഉദിക്കൽ? അത് ഇന്ന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഫജ്റിൻ്റെ ഉദയ സമയം നിങ്ങൾക്ക് കിട്ടും. ആ ടൈമും നമ്മുടെ പള്ളികളിലെ ബാങ്കിൻ്റെ ടൈമും മറ്റപ്പുറത്ത് നമ്മൾ 7-10 മിനിറ്റ് മുമ്പ് കേൾക്കുന്ന ബാങ്കുണ്ടല്ലോ, ആ ടൈമും നമ്മൾ ബന്ധപ്പെടുത്തി നോക്കി. ഇപ്പോൾ വിഷയം എന്താവും? ക്ലിയർ ആവും. നമ്മൾ ഫജ്ർ സ്വാദിഖിൻ്റെ അതേ ടൈമിലാണ് നമ്മുടെ ബാങ്കിൻ്റെ ടൈം കിടക്കുന്നത്. മറ്റത് അതിൻ്റെ 10 മിനിറ്റ് മുമ്പാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത്. ആ 10 മിനിറ്റ് എന്തിനാ? അത് നോമ്പാണ്. അപ്പോൾ ഒരു സൂക്ഷ്മത എന്ന നിലക്കാണ് അതിനെ മുന്നോട്ട് വെച്ചത്. പക്ഷെ അങ്ങനെ സൂക്ഷ്മത കൊണ്ട് മുന്നോട്ട് വെച്ചാൽ ബാങ്ക് വിളിച്ചാൽ പിന്നെ ആളുകൾ എന്ത് ചെയ്യാണ്? സുബഹി നിസ്കരിക്കുക. നമസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് എന്ത്? സമയമാകൽ. സമയമാകാതെ സൂക്ഷ്മത്തിൻ്റെ പേരിൽ 5-6 മിനിറ്റ് നേരത്തെ ആക്കിയിട്ട് ബാങ്ക് കൊടുത്താൽ സമയമാകാതെ ആളുകൾ നമസ്കരിക്കുമ്പോൾ അതിൻ്റെ പാപഭാരം കൂടിയാണ് അവിടെ വരുന്നത്. അതേ സമയത്ത് മഗ്രിബ് ബാങ്കോ അതും സൂക്ഷ്മത എന്ന് പറഞ്ഞിട്ട് 3 മിനിറ്റ് അപ്പുറത്തേക്കാണ് ആക്കി വെക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഒരു നാട്ടിൽ ബാങ്ക് ഇല്ല, ബാങ്ക് കേൾക്കണില്ല, പള്ളി ഇല്ല എന്ന് വെക്കുക. അവർ നോമ്പ് തുറക്കണം. നോമ്പ് തുറക്കുന്ന ടൈം ഏതാ? സൂര്യാസ്തമയമാണ്. ബാങ്ക് പള്ളി ഉണ്ടായിട്ടും ബാങ്ക് കേട്ടില്ല എന്ന് നോക്കുക. അവൻ നോമ്പ് തുറക്കേണ്ടത് എപ്പോഴാണ്? സൂര്യൻ അസ്തമിക്കുന്നത് 6:35 ടൈമുണ്ട്, അല്ലെങ്കിൽ 6:36. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കലണ്ടറിൽ ബാങ്കിൻ്റെ ടൈം കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 മിനിറ്റും 3 മിനിറ്റും സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അപ്പുറം കൊണ്ടുപോവുകയാണെങ്കിൽ അത് സൂക്ഷ്മത അല്ല അവിടെ. അത് റസൂൽ പറഞ്ഞ ഖൈറിലാണ് ജനങ്ങൾ നേരത്തെ നോമ്പ് തുറക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞ ഹദീസിന് എതിരാണ് അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഇവിടെ സൂക്ഷ്മത പറഞ്ഞ സുബഹിൻ്റെ മുമ്പ് അങ്ങോട്ട് കൊണ്ടുപോയാലോ സമയമാകുന്നതിന് മുമ്പ് നമസ്കാരം പോലും നിർവഹിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഫജ്ർ സ്വാദിഖാണ് നോമ്പ് തുടങ്ങേണ്ട സമയം. ഫജ്ർ സ്വാദിഖാണ് പിന്നെ നമസ്കാരം ആരംഭിക്കേണ്ട സമയം. ആ സമയത്താണ് നമ്മൾ കലണ്ടറുകളിൽ നമ്മുടെ ബാങ്കിൻ്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ സൂക്ഷ്മതക്കാണ് 5 മിനിറ്റ് നേരത്തെ എന്ത് ചെയ്യണത്? ബാങ്ക് എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ളത്. അതൊരിക്കലും സൂക്ഷ്മതയായിട്ടല്ല കാണേണ്ടത്. അത് ശരിക്കും മതത്തിൻ്റെ നിയമങ്ങളോട് ചിലപ്പോൾ എതിരാകുന്ന വിഷയങ്ങളാണ് അതിൽ കടന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് അപ്പുറത്തൊരു പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാലും നമ്മൾ നിശ്ചയിക്കപ്പെട്ട ഈ സമയം സൂര്യൻ ഫജ്റിൻ്റെ ഉദയത്തിൻ്റെ ടൈം എപ്പോഴാണ് നമ്മൾ നോക്കി വെക്കുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ മുതൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാം. ചിലപ്പോൾ ഒരു പള്ളിയിലും കറണ്ടാണ് പോയി, എവിടെയും കറണ്ടില്ല. ഇപ്പോൾ ലക്ഷദ്വീപിലൊക്കെ കറണ്ടാണ് പോയാൽ പിന്നെ ആകെ ഇരുട്ടാണ്. അല്ലെങ്കിൽ ജനറേറ്റർ കടന്നു പോയാൽ പിന്നെ ആകെ ഇരുട്ടാണ്. കൊച്ചിയിൽ നിന്ന് എഞ്ചിനീയർ വന്നിട്ട് വേണം ജനറേറ്റർ നേരാക്കാൻ. ഒരു പള്ളിയിൽ നിന്നും ബാങ്ക് വെക്കൂല. അപ്പോൾ അവിടെ സൂര്യാസ്തമയത്തൊരു സമയമുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമേ അല്ല. കലണ്ടറിലും ഉണ്ടാവും, നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലും അത് കിട്ടും. ഓരോ ദിവസത്തേക്കും കിട്ടും. ആ സമയമായാൽ എവിടുന്നും ബാങ്ക് കേട്ടില്ലെങ്കിലും നമ്മൾ നോമ്പ് തുറക്കും. ഫജ്റിൻ്റെ ഉദയം, സൂര്യൻ്റെ അസ്തമയം, ഇത് രണ്ടുമാണ് നോമ്പ് തുടങ്ങലിൻ്റെയും നോമ്പ് അവസാനിക്കലിൻ്റെയും സമയം. നഷ്ടപ്പെട്ട നോമ്പുകൾ, നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾ യാത്രക്കാരനാണ് അല്ലെങ്കിൽ രോഗിയാണ്, ഇങ്ങനെയുള്ള ആളുകൾ
ആ ആളുകൾ എന്ത് ചെയ്യണം? ഒമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. രോഗിയോ യാത്രക്കാരനോ ആയ കാരണത്താൽ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ. അപ്പോൾ റമദാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ നോമ്പുകൾ നോറ്റ് വീട്ടലാണ് ഏറ്റവും നല്ലത്. ആദ്യം ശവ്വാൽ 6 നോമ്പിൻ്റെ മുമ്പ് തന്നെ ഈ നഷ്ടപ്പെട്ടത് നോറ്റ് വീട്ടലാണ് ഏറ്റവും ഖൈറ്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ സാമ റമദാന തുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കഅന്നഹു സാമ ദഹ്റ കുല്ലഹു. റമദാനിലെ നോമ്പെടുക്കുകയും പിന്നെ 6 നോമ്പെടുക്കുകയും ചെയ്താലാണ്. അപ്പോൾ റമദാനിലെ നോമ്പ് പൂർത്തിയാകണമെങ്കിൽ നഷ്ടപ്പെട്ടത് കൂടി എന്ത് ചെയ്യണം? എടുക്കണം. ഇനി അത് ആ സമയത്ത് പെട്ടെന്ന് എടുക്കാൻ ബുദ്ധിമുട്ട് ഉള്ള ആളുകളാണെങ്കിൽ വൈകിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് വിരോധമൊന്നുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിച്ചുകൊണ്ട് അടുത്ത ശഅബാൻ വരെ നോമ്പ് മാറ്റി വെച്ച് ശഅബാൻ ആകുമ്പോൾ കഴിഞ്ഞ റമദാനിലെ നോമ്പ് നോറ്റ് വീട്ടിയിരുന്നതായിട്ട് ഹദീസുകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ നോമ്പെടുക്കാൻ കഴിയുന്ന ഒരാളാണ് എങ്കിൽ, രോഗം കാരണമോ യാത്ര കാരണമോ നോമ്പ് ഒഴിവാക്കിയതാണെങ്കിൽ അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്യുക? നോമ്പുകൾ നോറ്റ് വീട്ടാം. ഇനി ഒരു നിലക്കും നോറ്റ് വീട്ടാൻ സാധ്യമല്ലാത്ത നിലക്കുള്ള രോഗിയാണ്, കിടപ്പിലായ രോഗിയാണ്, അതല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകളാണ്. അതാണ് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് മാത്രം നോമ്പെടുക്കാൻ കഴിയുള്ളൂ, ശരിക്കും അവർക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഫിദിയത്തുൻ തുആമു മിസ്കീൻ, ഒരു മിസ്കീനിന് ഫിദിയ കൊടുക്കുക. ഫിദിയ എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ മുദ്ദ് എന്നൊക്കെ പറയണം, മുദ്ദ് കൊടുക്കുക എന്നാണ് പറയുക. മുദ്ദല്ല, ഫിദിയയാണ്, പ്രായശ്ചിത്തമായിട്ട് കൊടുക്കുന്നതാണ്. ആ നോമ്പിന് പകരമായിട്ട് ഫിദിയ കൊടുക്കണം. അത് പൈസ ആയിട്ട് കൊടുക്കാൻ പറ്റൂല. ഒന്നുകിൽ ഭക്ഷണമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിലുള്ള നമ്മുടെ നാട്ടിലെ പൊതു ഭക്ഷണത്തിൻ്റെ വസ്തു അരി വാങ്ങിക്കൊടുക്കുക. അത് ഹദീസിൽ വന്നത് നിസ്ഫു സാ എന്നാണ്. നിസ്ഫു സാ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.25 കിലോ മുതൽ 1.5 വരെ, പല നാട്ടിലും പല അളവുകളാണ്, 1 200 300 കണക്കിൽ പെടും. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 കിലോ അല്ലെങ്കിൽ 1.25 കിലോ അരിയാണ് നിസ്ഫു സാ, അര സാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നോമ്പിന് അത്ര കൊടുക്കണം. അപ്പോൾ 30 ദിവസം നോമ്പെടുക്കാൻ കഴിയാത്ത, അപ്പോൾ വലിയ പ്രയാസമൊക്കെയുള്ള ആളുകളാണ്, നിത്യേന മരുന്നുകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർ ആ 40 ദിവസത്തേക്ക് ഇത് കണക്കാക്കിയിട്ട് ഒരു സാധുവിനോ അല്ലെങ്കിൽ പല ആളുകൾക്കായിട്ട് വിളിച്ചു കൊടുക്കലോ എങ്ങനെയും ചെയ്യാം. അല്ല, നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകളാണോ നോമ്പെടുക്കുകയും വേണം. അത് കഴിയോ ഇല്ലേ, നോമ്പെടുക്കണോ ഭക്ഷണം കൊടുക്കണോ പകരം എന്ന് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയാണ്. അതല്ല, അത് നമ്മൾ അരിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ അരി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഭക്ഷണമായിട്ട് നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി, ആ ഭക്ഷണത്തിലേക്ക് ഇപ്പോൾ നമുക്ക് 10 നോമ്പുണ്ട്, ഒരു 10 സാധുക്കളെ വിളിക്കാം, അങ്ങനെ ഭക്ഷണമായിട്ട് കൊടുക്കുക. അതാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നാട്ടിലെ പ്രധാന ഭക്ഷണത്തിൻ്റെ വസ്തു അതാണ് അരി, അവർക്ക് അരിയായിട്ട് വാങ്ങിക്കൊടുക്കും. അത് അതിൽ വരുന്നുള്ളൂ. അതിൻ്റെ കൂടങ്ങൾ എന്തെങ്കിലും വേറെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, നിയമത്തിലത് വരുന്നില്ല. ഒരാൾ കോഴിക്കോട് അല്ലെങ്കിൽ മദ്രാസ് പോവുകയാണ്, അല്ലെങ്കിൽ ബോംബെ പോവുകയാണ്, 2 ദിവസം യാത്ര കാരണം നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല, അയാൾ നോമ്പ് എടുത്തില്ല. ആ നോമ്പിന് പകർത്ത് പോയിട്ട് ഭക്ഷണം കൊടുക്കരുത്, അയാളെ നോമ്പ് നോറ്റ് വീട്ടണം. അതാണ് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. എടുക്കാൻ കഴിയാത്ത ആളുകൾ, വളരെ പ്രയാസപ്പെട്ട് മാത്രമേ അവർക്ക് എടുക്കാൻ കഴിയുള്ളൂ, അവർക്കാണ് ഇതുള്ളത്. എന്നിട്ട് വന്നാൽ പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ തസൂമു ഖൈറുൻ ലക്കും, നോമ്പ് എടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്നാണ്. അപ്പോൾ നോമ്പ് തന്നെയാണ് പ്രധാനം. അല്ലാഹ് വെച്ചൊരു പരിഹാരമാണെന്ത്, അത് കഴിയാത്തവർക്ക് ഭക്ഷണം. ചെറുപ്പത്തിൽ പ്രായപൂർത്തിയായതിനു ശേഷം നഷ്ടപ്പെട്ട നോറ്റ് വീട്ടാനുള്ള നോമ്പിൻ്റെ പ്രതിവിധി. ഇത് പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ നോമ്പുകളെല്ലാം കൂടി ഇപ്പോൾ ഒരാൾക്ക് നോറ്റ് വീട്ടാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലൊക്കെ 1 2 3 കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ട് ഓരോ റമദാനിലും ചിലപ്പോൾ 1 2 3 വിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഓർമ്മ അനുസരിച്ച് കൊണ്ട് ഏതാണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ നിർവഹിക്കാം. പിന്നെ ചെറുപ്പം 18 വയസ്സ് മുതൽ 58 വയസ്സ് വരെ നഷ്ടപ്പെട്ട നോമ്പെല്ലാം കൂടി ഇപ്പോൾ എടുക്കാനും കഴിയില്ല. പക്ഷെ അതൊരു അറിവില്ലായ്മ കൊണ്ടും ഈ കാര്യത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ കൊണ്ടുമാണ്. ആത്മാർത്ഥമായി തൗബ ചെയ്യാം. അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. തൗബ ചെയ്ത് ഒരാൾ തെറ്റിന്ന് പിന്മാറിയാൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ കൃത്യമായി നമുക്ക് ധാരണയില്ലാത്തത് കൊണ്ടും ഒരുപാട് കാലത്തെ എത്രയാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടും അതിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്യാം. എന്നാൽ അറിയുന്നത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ കൊല്ലം, അതിൻ്റെ മുമ്പത്തെ കൊല്ലം, അതിൻ്റെ മുമ്പത്തെ കൊല്ലം, ഓരോ കൊല്ലം 2 3 നോമ്പൊക്കെ നഷ്ടപ്പെടുത്തി, മൊത്തം ഒരു 10 15 നോമ്പുണ്ട്, അതൊക്കെ നമുക്കറിയാം. ആ നോമ്പുകൾ എന്ത് ചെയ്യാം, നോറ്റ് വീട്ടുക. അതല്ലാണ്ട് ഒരു 10 25 കൊല്ലത്തെ നോമ്പ് ഒന്നിച്ചു കൂടി കേൾക്കാൻ എന്ത് ചെയ്യാൻ കഴിയും, നോറ്റ് വീട്ടാൻ കഴിയില്ല. പിന്നെ അതിൽ ചെയ്യേണ്ടത് സുന്നത്തായ നോമ്പുകൾ വർദ്ധിപ്പിക്കാം.
അതിനൊരു മാർഗ്ഗമാണ്. മറ്റുള്ള ചൊവ്വാല് വന്നു, അല്ലെങ്കിൽ വ്യാഴാഴ്ച വന്നു, അയ്യാമുൽ ബീദ് വന്നു, തിങ്കളാഴ്ച വന്നു, ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ കഴിയുന്നിടത്തോളം സുന്നത്തായ തോപ്പുകൾ വർദ്ധിപ്പിക്കുക. നിരന്തരം റബ്ബിനോട് തോബയും ഇസ്തിഗ്ഫാറും നടത്തുകയും ചെയ്യുക. തറാവീഹ് നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഖിയാമുൽ ലൈൽ നമസ്കരിക്കണോ? നമ്മൾ തറാവീഹ് നമ്മൾ ഒരേ ഒരു നമസ്കാരം പല പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നു എന്ന് മാത്രം. തറാവീഹ് എന്ന് പറയുമ്പോൾ വിശ്രമിച്ച് നമസ്കരിക്കുന്നത് കൊണ്ട് ആ പേര് വന്നു. ആ നമസ്കാരം അതന്നെയാണ് ഖിയാമുൽ ലൈൽ. ഒരു ഖിയാമുൽ ലൈൽ രാത്രി നിൽക്കുക എന്നാണ്. രാത്രി നിൽക്കുക എന്നുള്ളതാണ് ഖിയാമുൽ ലൈൽ. പിന്നെ വരുന്നത് തഹജ്ജുദാണ്. തഹജ്ജുദ് എന്ന് പറയുമ്പോൾ ഉറങ്ങി എണീറ്റ് നമസ്കരിക്കുക. അപ്പം സംഗതി ഒക്കെ എല്ലാം ഒന്നാണ്. അതിന് സമയം, സന്ദർഭം, രൂപം അനുസരിച്ച് കൊണ്ട് പേരിൽ എന്ത് ചെയ്യാണ് മാറ്റം വരിക എന്ന് മാത്രം. അപ്പം രാത്രി ഒരാൾ തറാവീഹ് 11 റക്അത്ത് വിത്രായിട്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, വിത്രോട് കൂടി അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വിത്രില്ല. കാരണം ഖിയാമുൽ ലൈലും വിത്രിലാണ് അവസാനിക്കേണ്ടത്. ഇജ്അലൂ ആഖിറ സ്വലാത്തിക്കും വിത്ര, നിങ്ങളുടെ രാത്രിയിലെ അവസാനത്തെ നമസ്കാരം വിത്റാക്കുക എന്ന്. വിത്റാക്കുക, ഒറ്റയാക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റയാക്കിയിട്ട് രാത്രി തന്നെ മുഴുവനായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒറ്റയാക്കലില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് രാത്രി എണീറ്റ് കഴിഞ്ഞാൽ ഒന്നുവിൻ്റെ സുന്നത്തുണ്ട്, മുത്തലക്കായ സുന്നത്ത് നമസ്കാരങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നിർവഹിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? രാത്രി ഒരാൾ 4 റക്അത്ത് നമസ്കരിച്ചു, പിന്നെ കിടന്നുറങ്ങി, പിന്നെ എണീറ്റിട്ട് ബാക്കിയുള്ളത് എഴുന്നേറ്റ് നമസ്കരിക്കാം. എന്നാൽ റമദാനിൽ അങ്ങനെ ഒരു രൂപം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈല. ഇമാമിൻ്റെ കൂടെ നമസ്കാരം കഴിയുന്നത് വരെ ഒരാൾ നമസ്കരിക്കാൻ നിന്നാൽ തന്നെ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം അവനുണ്ട്. അപ്പോൾ ഇത് റംസാൻ മാസത്തിൽ പ്രത്യേകമായി കാണിച്ചു തന്നൊരു രീതിയാണ് ആ ജമാഅത്തിൻ്റെ ആ സംവിധാനം. അപ്പോൾ ആ റമദാനിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ 8 റക്അത്ത് നിസ്കരിച്ചിട്ട് ഞാൻ പിന്നെ 3 റക്അത്ത് പിന്നെ നിസ്കരിക്കാമെന്ന് പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. പോണത് തെറ്റാന്നല്ല പറയണത്. ആ ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചാൽ തന്നെ എത്ര പ്രതിഫലമുണ്ട്? നേരം പുലരുവോളം നമസ്കരിച്ച പ്രതിഫലമുണ്ട്. അത് റമദാനിൽ അല്ലാഹു തആല അങ്ങനെ സംവിധാനം വെച്ചതുമാണ്. അപ്പോൾ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ രാത്രി ഉറങ്ങി എണീറ്റ് നമസ്കരിക്കാം, അതല്ലെങ്കിൽ കുറച്ച് നമസ്കരിച്ചിട്ട് പിന്നീട് നമസ്കരിക്കുക. ബാക്കിയുള്ളത് 2 രീതിയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നമസ്കരിച്ചിട്ട് ഉറങ്ങും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, നബി നിങ്ങൾ വിത്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ ഉറങ്ങുകയാണോ? അപ്പം നബി പറയും, ആയിഷ എൻ്റെ കണ്ണേ ഉറങ്ങുന്നുള്ളൂ, ഹൃദയം ഉറങ്ങിയിട്ടില്ല. അത് അമ്പിയാക്കന്മാരുടെ പ്രത്യേകതയാണ്. കണ്ണ് അടഞ്ഞ് കിടക്കും പക്ഷെ ഹൃദയം തുറന്നിരിക്കും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ എണീറ്റ് നമസ്കരിക്കും എന്ന് പറയാണ്. അപ്പം ആ നിലയ്ക്ക് പകുതിയാക്കി ഇവിടെ എന്ത് ചെയ്യുക? നമസ്കാരം നിർവഹിക്കാം. അതേ സ്ഥാനത്ത് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒറ്റയിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ആ പിന്നൊരു വേറെ ഒറ്റയാക്കലില്ല. 2 ഒറ്റയായി പിന്നെ ഇരട്ടാവും. അപ്പോൾ രാത്രിയിൽ അവസാനം എന്തായിരിക്കണം? ഒറ്റയായിട്ടാണ് വരേണ്ടത്. കൂടുതൽ ഓതാൻ വേണ്ടിയിട്ട് ഒരു ഇമാമ് കുറച്ച് ഓതാനേ അദ്ദേഹം 2 റക്അത്ത് ഇമാമായി നിന്നു. അടുത്ത ഇമാമ് വേറെ ആൾ മാറി നിന്നു. മാറി നിൽക്കണോണ്ട് വിരോധമൊന്നുമില്ല. അദ്ദേഹം ആ കൂടുതൽ ഓതാനുള്ള അവസരം സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നാട്ടിൽ ഇപ്പോൾ കൂടുതൽ ഹിഫ്ളാക്കിയ ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആളുകൾ 4 റക്അത്ത് ഒരാൾ നിന്നു, 4 റക്അത്ത് വേറെ ആൾ നിന്നു, അങ്ങനെ മാറി നിന്നുകൊണ്ട് വിരോധമൊന്നുമില്ല. ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കാൻ നമ്മളവിടെ ആ നമസ്കാരം കഴിയോളം കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ്. ആർത്തവകാരികൾക്ക് 9 ദിവസത്തിൽ കൂടുതലും അശുദ്ധിയും ഉണ്ടായാൽ നോമ്പ് എടുക്കാൻ പറ്റുമോ? അവിടെ ആർത്തവകാലമാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തലാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റേതായ അടയാളങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് അത് 9 ദിവസം ഉണ്ടാവും, ചിലർക്ക് 10 ദിവസം ഉണ്ടാവും. അത് ഓരോരുത്തരുടെയും ശാരീരികമായ പ്രകൃതിയും ചുറ്റുപാടും അനുസരിച്ച് കൊണ്ട് ദിവസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അതിന് 9 അല്ല 10 ദിവസം പീരീഡിൻ്റെ ടൈമാണെങ്കിൽ അവർ ചെയ്യാൻ പാടില്ല. ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല. അപ്പോൾ സാധാരണ അവർക്ക് ഉണ്ടാകാറുള്ള സമയം അവർ കണക്കാക്കുക. ചിലപ്പോൾ സാധാരണ വ്യത്യസ്തമായിട്ട് 1-2 ദിവസം അധികം ഉണ്ടായി എന്ന് വരാം. അപ്പം അങ്ങനെ വരുന്ന രക്തം ചിലപ്പോൾ അധികം ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വരുമ്പോൾ അത് ആർത്തവ രക്തമാണോ അല്ലാത്ത രക്തമാണോ എന്നുള്ളത് സ്ത്രീകൾക്ക് അതിൻ്റേതായ അടയാളങ്ങളും ലക്ഷണങ്ങളും ആർത്തവ പീരീഡിൻ്റെ രക്തത്തിനുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇത് എന്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവരെന്ത് ചെയ്യുക? നോമ്പനുഷ്ഠിക്കുക. ഏതായാലും ഈ രക്തം വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ 10 ദിവസമായാലും 15 ദിവസമായാലും എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പെടുക്കാൻ പാടില്ല. അത് ആർത്തവത്തിൻ്റെ രക്തമാണെങ്കിൽ. അതേപോലെ തന്നെ പ്രസവ രക്തം. എന്തിനും ഒരു നേതൃത്വം ഉണ്ടായാലൊക്കെ നടക്കുള്ളൂ എന്നുള്ളൊരു ധാരണ ജനങ്ങൾക്കിടയിൽ ഒരു വരുത്തി തീർക്കലുണ്ട്. മരിച്ചു ഇപ്പം ഞാനിവിടെ ഇരുന്ന് എൻ്റെ നിസ്കാരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാറ് ചൊല്ലി തന്നിട്ടല്ലല്ലോ. അയൽവാസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മരിച്ച സുഹൃത്തുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. അതേപോലെ അയൽവാസി മരിച്ച ഖബറിൻ്റെ അവിടെ പോയിരുന്നാലും പ്രാർത്ഥിക്കാൻ ഞാൻ മതി. വേറെ ആൾ ചൊല്ലിത്തരേണ്ട ആവശ്യമില്ല. എന്നാലും അവിടെ ചൊല്ലിക്കൊടുക്കാൻ ഒരു
ആളുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ചൊല്ലിക്കൊടുക്കുക എന്നുള്ള സംവിധാനത്തിൻ്റെ ആവശ്യമില്ല. തെക്കുബീർ ഇപ്പം പെരുന്നാൾക്ക് നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ചു വന്നതാണ്. 4 ആൾ ചൊല്ലിക്കൊടുക്കുക, ബാക്കിയുള്ള എല്ലാവരും കൂടി ഇങ്ങനെ ഏറ്റിട്ട് ചൊല്ലുക. അതിൻ്റെ ആവശ്യമില്ല. സാധാരണ നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന ആയത്തുകൾക്ക് പിന്നെ അൽക്കഹഫ് ഓതിക്കൊണ്ടിരിക്കണം. ആരെങ്കിലും ചൊല്ലി തന്നിട്ടാ? അത് കഴിഞ്ഞാൽ ഇരുന്ന് പ്രാർത്ഥിക്കണോ? ആരെങ്കിലും ചൊല്ലി തന്നിട്ടാ? ഞാൻ എൻ്റെ അൽക്കഹഫ് ഓതണു, എൻ്റെ ദ്വാ നിർവഹിക്കണു, എൻ്റെ ദിക്ർ ചൊല്ലണു, ഞാൻ എൻ്റെ ഭാഗത്ത് എന്നതുപോലെ പെരുന്നാളിന് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ തെക്കുബീർ ചൊല്ല, നിങ്ങൾ നിങ്ങളുടെ തെക്കുബീർ ചൊല്ല. അതിന് വേറെ ആളെ ചൊല്ലിക്കൊടുക്കുന്ന രീതി, പിന്നെ അതെല്ലാവരും കൂടി ഏറ്റു ചൊല്ലുന്ന രീതി. അങ്ങനെ ഒരു ചൊല്ലിക്കൊടുക്കലും ഏറ്റു ചൊല്ലലും നമ്മുടെ നാടുകളിൽ ഒരു പതിവായി മാറി പഴയ കാലം മുതൽ വന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. അപ്പം മരിച്ചു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും അത് ആ ലായലാളിൽ എന്തെയാണ് ചൊല്ലിക്കൊടുക്കലാണ്. എന്നിട്ട് മറ്റുള്ളവരെ നീറ്റ് ചൊല്ലലാണ്. അപ്പം ഏതായാലും നിയ്യത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. നിയ്യത്ത് എന്ന് പറയുമ്പോൾ നാളെ എനിക്ക് നോമ്പാണ് എന്നുള്ള ധാരണ, അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് നാളെ ഞാൻ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. അത് പറയാൻ തന്നെ പറ്റൂല. ഇവിടെയൊക്കെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ എന്താ അറിയോ? ചില സംഗതികൾ ചെയ്തു വന്നത് മാറ്റാനുള്ളൊരു പ്രയാസമാണ്. ഇപ്പം നിയ്യത്ത് എന്ന് പറഞ്ഞത് നോമ്പിലും നിസ്കാരത്തിലും മാത്രമല്ലല്ലോ. ഇത് രണ്ടും നമ്മൾ കേൾക്കലുള്ളൂ. നബൈത്തു സൗമഖത്തിലില്ലായി താലാൻ അതായി റമദാന, റംലാൻ്റെ അതാ ആയിക്കൊണ്ട് നാളെ ഞാൻ നോമ്പെടുക്കാൻ നബൈത്തു ഞാൻ കരുതിയതാണ്. ഈ നിയ്യത്ത് സക്കാത്ത് കൊടുക്കുമ്പോഴുമാണ്. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? നബൈത്തു സക്കാത്തുൽ മാലി ഫി ഹദീസന എന്നുണ്ട് ആരും ചൊല്ലു കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് ശീലമല്ല. അപ്പം ശീലിച്ചു വന്നത് ഒഴിവാക്കാനുള്ള പ്രയാസമാണ്. സക്കാത്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വേണം. ഈ വർഷത്തെ അല്ലാഹു തആല എനിക്ക് തന്ന സമ്പത്തിൻ്റെ 2% ഇത്ര രൂപ ഞാൻ നിങ്ങൾക്ക് തരാൻ നവൈതു എന്നാരും പറയാറില്ലല്ലോ. അത് പോയി കൊടുക്കലാണ്. മനസ്സിലുണ്ട് സക്കാത്താണ്. സ്വതക്ക കൊടുക്കുമ്പോഴും അള്ളാഹ് എനിക്ക് തന്ന സ്വത്തിൽ നിന്നും അവകാശപ്പെട്ട സാധുക്കളുടെ അവകാശം സ്വതക്കയായിട്ട് ഞാൻ കൊടുക്കുന്നു. നിയ്യത്ത് വേണം. ആ സ്വതക്ക കൊടുക്കുമ്പോഴും അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഞാൻ ഈ കർമ്മം ചെയ്യുന്ന നിയ്യത്തുണ്ട്. അതാണ് ചൊല്ലി പറയില്ലല്ലോ. അപ്പം പറയലാണ് നിയ്യത്ത് എങ്കിൽ എന്താ പറയുക? സ്വതക്കൻ്റെ നിയ്യത്ത് അവിടെ, സക്കാത്തിൻ്റെ നിയ്യത്ത് അവിടെ. അപ്പം ആളുകൾക്കിടയിൽ ശീലം എന്താണ്? ഈ 2 കാര്യങ്ങളാണ്. നിസ്കാരത്തിൻ്റെ നിയ്യത്തും നോമ്പിൻ്റെ നിയ്യത്തും. ബാക്കിയുള്ളതിലൊക്കെ എന്ത് വരുന്നുണ്ട്? നിയ്യത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ഏത് കാര്യം തബസ്സുമു അലാ വജി അഖീക സ്വതക്കത്തുൻ, സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ സ്വതക്കുണ്ട്. ആ ചിരിക്കുമ്പോൾ ഏത് ചിരിക്കാൻ കൂലി? ഒരാളെ കാണുമ്പോൾ തന്നെ മനസ്സിൽ നമുക്ക് വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലിങ്ങനെ കരുതിയിട്ട് എടുത്തോന്ന് അങ്ങനെ ചിരിച്ച് കാണിച്ചു കൊടുത്താൽ ആ ചിരിക്ക് കൂലിയില്ല. ഇന്നമൽ ആമാലു ബിന്നിയാത്ത്. അതാണ് നിയ്യത്ത്. അത് ആളെ സോപ്പിടാൻ വേണ്ടി ചിരിച്ച് കാണിച്ചു കൊടുക്കും. അവൻ്റെ മനസ്സിലെന്താ? ദേഷ്യമാണ്, വെറുപ്പാണ്. ആ ചിരിക്ക് എന്തില്ല? കൂലിയില്ല. ചിരിക്ക് കൂലിയുണ്ട് എന്ന് റസൂല് പറഞ്ഞ ആ ചിരിക്ക് കൂലി ഇല്ലാണ്ട് പോവുക നിയ്യത്താണ്. ഞാൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഫലത്തിന് വേണ്ടി ഞാൻ ചിരിക്കുന്നു എന്നാലും പറയാറുണ്ടോ? ഇല്ല. നിയ്യത്ത് അവിടെ ഉണ്ട്. അപ്പം ഏത് കർമ്മത്തിലുമാണ് എന്ത്? നിയ്യത്ത്. ഈ ചൊല്ലിക്കൊടുക്കലും ഏറ്റുപറയലും ഉറക്കപ്പറയലും നിസ്കാരത്തിലും നോമ്പിലും ശീലിച്ചത് കൊണ്ട് അത് നമ്മൾ തെറ്റാന്ന് അവരോട് പറയുമ്പോൾ അത് ഒരു കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടെന്ന് മാത്രം. സുബൈൻ്റെ മുമ്പ് നിയ്യത്തുണ്ടായാൽ മതി. നമ്മൾ അതിൽ വേറെ കാര്യമുണ്ട്. ഞാനിപ്പോൾ അത്താഴത്തിന് എണീക്കുന്നതിൻ്റെ എന്തുകൊണ്ടാണ്? നിയ്യത്ത് നാളെ നോമ്പുകൾക്കുള്ളത് കൊണ്ടാണല്ലോ. അത് തന്നെയാണ് നിയ്യത്ത്, ആ കരുതൽ. എന്നിരുന്നാലും മനസ്സിലതൊന്ന് കൊണ്ടുവരണം എന്നാണ്. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മൾ ബാങ്ക് കൊടുത്ത് പള്ളിക്ക് വരികയാണ്. ലക്ഷ്യം എന്താ? നിസ്കാരം. എന്നാലും നിസ്കരിക്കാൻ വന്നൊന്നും കൈയ്യട്ടാൻ പറ്റൂല. അവിടെ നിന്നിട്ട് നമ്മൾ ഒരു ഒരുക്കം അപ്പോഴും മനസ്സിൽ കൊണ്ടുവരും. അത് കൊണ്ടുവരണം. അതാണ് നിയ്യത്ത്. പള്ളിയിൽ നിന്നിട്ട് ഇറക്കുമ്പോൾ കസ്താണ്. കസ്ത് കാരണം നമസ്കാരം എന്ന ലക്ഷ്യം, നമസ്കാരത്തിന് എന്ന ലക്ഷ്യം, അതിന് കസ്ത് എന്ന് പറയാം. നിന്ന് കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചാൽ ഓരോ നമസ്കാരം 4 റക്അത്ത് ഫർള് നിസ്കരിക്കും. അതൊരു ഒരുക്കാൻ മനസ്സുകൊണ്ട്. അതാണ് നിയ്യത്ത്. അപ്പോൾ നാളെ ഞാൻ അത്താഴത്തിന് എണീക്കും എന്നുള്ളത് മനസ്സിൻ്റെ ഒരു കസ്താണ് നോമ്പിൻ്റെ. എന്നാലും ഞാൻ നാളെ എനിക്ക് നോമ്പാണെന്നുള്ള കരുതൽ. അപ്പോൾ ഏതൊരു ഇബാദത്തിനോടും അടുപ്പിച്ചുകൊണ്ട് എന്ത് വരണം? അതിൻ്റെ ഒരു നിയ്യത്ത് വരണം. അപ്പോൾ ഒരാൾ അത് പിന്നെ നാവോടൊന്നും പറയാണ്ട് ഞാൻ എനിക്ക് നാളെ അത്താഴത്തിന് എണീക്കണം എന്ന് ആ കരുതൽ വരുന്നത് തന്നെ നമ്മുടെ നോമ്പ് അവിടെ ഉണ്ടാവുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ അപ്പം ഇന്നിപ്പം നേരം വെളുത്തിട്ട് ഇന്നലെ അത്താഴത്തിന് ഞാൻ എണീറ്റില്ലല്ലോ എന്ന് ആരും പറയാറില്ല. എന്നാൽ റമദാൻ്റെ അത്താഴത്തിന് ഉറങ്ങിപ്പോയിട്ട് നേരം വെളുത്ത് നമ്മളെന്ത് പറയും? ഇന്നലെ അത്താഴത്തിന് എണീക്കാൻ പറ്റിയില്ല. അതെന്തുകൊണ്ടാണ് വർത്തമാനം വരുന്നത്? അന്ന് നോമ്പുണ്ട് എന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ട്. ഇന്ന് നോമ്പിൻ്റെ ഉദ്ദേശമല്ല, അതുകൊണ്ട് അത്താഴത്തിന് ഇന്നലെ നീച്ചില്ല എന്ന് ആരും പറയാറില്ല. അപ്പം ആ നീയത്ത് അവിടെ മനസ്സിൽ വരുന്നുണ്ട്. വീട്ടിൽ എത്തിക്കാഫിൻ ഇരിക്കുന്നതിൻ്റെ വിധി. അതിന് എത്തിക്കാഫ് എന്ന് പറയില്ല, ഇനി ഇരിക്കാന്ന് പറയും. എത്തിക്കാഫ് ആകണമെങ്കിൽ പള്ളിയാകണം. വഅൻതും വലാ തുബാശിറൂഹുന്ന
വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. നിങ്ങൾ പള്ളികളിൽ ഇത്തികാഫിരിക്കുമ്പോൾ ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ ഇത്തികാഫിരിക്കേണ്ടത് എവിടെയാണ്? പള്ളിയില്ല. അത് ചില പിന്നെ അതിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് ജുമുഅ നടക്കുന്ന പള്ളിയായിരിക്കണം. കാരണം വെള്ളിയാഴ്ച പോലും പുറത്തു പോകേണ്ട അവസ്ഥ വരാതിരിക്കാൻ, വെള്ളിയാഴ്ച പോലും പുറത്തു പോകേണ്ട അവസ്ഥ വരാതിരിക്കാൻ. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു വെള്ളിയാഴ്ച പുറത്തു പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിർബന്ധമായും ജമാഅത്ത് നടക്കുന്ന പള്ളിയായിരിക്കണം. ചില പള്ളി എന്ന് പറഞ്ഞിട്ടൊരു കൂടുണ്ടാവും, ചിലപ്പോൾ ജമാഅത്ത് നടക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരാനും പറ്റില്ല. അങ്ങനെ ഓരോ ഭക്തരും വേറെ അങ്ങനെ പോവുക, അങ്ങനെ എന്നിട്ട് മാരിബക്ക് പോയിട്ട് ഇങ്ങോട്ട് വരിക, ഐഷാക്ക് പോയിട്ട് ഇങ്ങോട്ട് വരിക, അങ്ങനെ അതിന് ഇത്തിക്കാഫ് എന്ന് പറയുന്നത്. ശരിക്കും അക്കഫ എന്ന് പറഞ്ഞാൽ അറിയോ? ഭജനം ഇരിക്കുക. അക്കഫ അതുകൊണ്ട് ചടഞ്ഞു കൂടുക എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ദുനിയാവിൻ്റെ ചിന്തകളും മറ്റു പണികളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധപ്പെട്ട് റബ്ബിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായ ഖൈറു ബുഖാഇൽ അർളി മസാജിദുഹ, അള്ളാഹിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല സ്ഥലം പള്ളിയാണ്. അവിടെ വന്നിരുന്നിട്ട് റബ്ബുമായി ബന്ധപ്പെട്ട് റബ്ബിനോട് സംസാരം, റബ്ബിനോട് ദുആ, ഖുർആൻ പാരായണം, അങ്ങനെ റബ്ബുമായുള്ള ബന്ധം ശക്തമാക്കല. അതാണ് ശരിക്കും എന്ത്? ഇത്തികാഫ്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യണ പലതും ഇത്തികാഫൊന്നുമില്ല. അത് ഇരുന്നതിൻ്റെ കൂലി കിട്ടും. ഇപ്പം തറാവി കഴിഞ്ഞിട്ട് അവിടെ ഇവിടുന്ന് പോകും, എന്നിട്ട് പെരയെ പോയി ചോറൊക്കെ വെച്ച് വർത്താനം പറഞ്ഞ് പയനിരക്ക് ഇങ്ങനെ വരും. ഇവിടെ അന്നിരുന്നിട്ട് ഒരു പേജ് ഓതിയിട്ട് പിന്നെ കടന്നുറങ്ങും. 3 മണിക്ക് അത്താൻ കഴിക്കാണ് പോകും. വരുമ്പോൾ പറയാത്ത ഞാൻ ഇത്തികാഫിന് പോകാൻ. അത് എന്തല്ല, അത് നമ്മളെ വരവിനും ആ ഇരുത്തത്തിനും കുറച്ച് ഓതാന്നുള്ള നിലയ്ക്ക് വരുന്നത്. ആ ഓത്തിനും ഇരുത്തത്തിനൊക്കെ അൽഹംദുലില്ലാ പ്രതിഫലമുണ്ട്. പക്ഷെ ഇത്തികാഫ് എന്ന് പറഞ്ഞാൽ അതൊന്നല്ല. അതൊരു പരിപൂർണമായ നിലയ്ക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ പോകാൻ പാടുണ്ടോ? ഒരാൾ രോഗിയെ സന്ദർശിക്കാൻ പോകാൻ പാടുണ്ടോ? ഭക്ഷണം പോലും ഒരാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തരാനില്ലെങ്കിലാണ് പോകേണ്ടത് എന്ന ചർച്ച പോലും ഇത്തികാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. അപ്പം ശരിക്കും ഇത്തികാഫ് എന്ന് പറഞ്ഞാൽ എല്ലാ ദുനിയാവിൻ്റെ മറ്റൊക്കെ മാറ്റി വെച്ചിട്ട് പള്ളിയിൽ തന്നെ ഇരിക്കുക എന്നുള്ള. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫ് ഇരിക്കുമ്പോൾ ചില ഭാര്യമാർ കാണാനും സന്ദർശിക്കാനും വിവരങ്ങൾ അറിയാനും വേണ്ടി വന്നിരുന്നത്. നബി അങ്ങോട്ട് പോകണില്ല. അപ്പം അതാണ് ഒരു പരിപൂർണമായിട്ടുള്ള ഇത്തികാഫ് എന്ന് പറഞ്ഞാൽ. ഇത്തികാഫ് ഇരുന്നാലേ നമുക്ക് ലൈലത്തുൽ ഖദ്ർ ഉള്ളൂ എന്നില്ല. വീട്ടിലവർ ഇരിക്കാം, ഖുർആൻ ഓതിയിരിക്കുന്നു, ദുആ ചെയ്തിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാ സൽക്കർമ്മ സ്വതക്ക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രതീക്ഷയിലാണ്. പക്ഷെ ഇത്തികാഫ് ആവില്ല. ആ ഇരുത്തത്തിന് പ്രതിഫലമുണ്ട്. രാത്രി ഉറങ്ങാണ്ട് ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം കിട്ടാൻ വേണ്ടി ഖുർആൻ ഓതിയിരിക്കുകയാണ് ഒരു സ്ത്രീ വീട്ടിൽ. ആ ഇരുത്തത്തോൾക്ക് പ്രതിഫലമുണ്ട്. എന്നാൽ പള്ളി എന്ന അതിലുള്ള ഇത്തികാഫ് അത് മറ്റൊന്നാണ്. അപ്പം ആ ഇരുത്തത്തിന് പ്രതിഫലമില്ല എന്നല്ല, ഇത്തികാഫ് എന്ന സംഗതി വരികയില്ല. ഇപ്പോൾ പിന്നെ 10 കിതാബിലും അതേപോലെ തന്നെ തുഹ്ഫയിലൊക്കെ ഷാഫി മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങൾ പള്ളി ദർസിലൊക്കെ പഠിപ്പിക്കുന്നതിൽ കാണാം, വീട്ടിലെ പള്ളിയിൽ ഇത്തികാഫ് ശരിയാവില്ല. വീട്ടിലെ പള്ളി പറഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ടാവുമല്ലോ വീട്ടിൻ്റെ ഉള്ളിൽ. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വൃത്തിയാക്കി മാറ്റി വെച്ചു. നമസ്കരിക്കാൻ വേണ്ടി ഒരു റൂം പള്ളിയിൽ മാറ്റി വെച്ചു, വീട്ടിൽ മാറ്റി വെച്ചു. അതിൽ ഇത്തികാഫ് ഇരുന്നാൽ എന്താവൂല? ഇത്തികാഫ് ശരിയാവൂല എന്ന് 10 കിതാബിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പള്ളികളായിരിക്കണം, അതിൽ ജമാഅത്ത് നടക്കുന്ന പള്ളികളായിരിക്കണം. ജുമുഅ കൂടിയുള്ള പള്ളിയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായി. വീട്ടിലിരുന്നാൽ ഇരുന്നതിൻ്റെ കൂലിയുണ്ട്, ഇത്തികാഫിൻ്റെ കണക്കിലത് വരില്ല. വീടുകളിലെ പള്ളി പറഞ്ഞാൽ ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഉണ്ട്, ഓരോ വിദേശ രാജ്യത്ത് ഒരു വീടിൻ്റെ മുറ്റത്തായിട്ടൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ കൃത്യമായി ജമാഅത്ത് നടക്കുന്ന പള്ളിയാണെങ്കിൽ അവിടെ ഇത്തികാഫ് ഇരിക്കുന്നതിന് കൂലും പള്ളിയുടെ പരിഗണനയിൽ വരും. വീട്ടിലെ പള്ളിയിൽ നേരത്തെ കിതാബിൽ വന്ന അതല്ല, വീടിൻ്റെ ഉള്ളിൽ റൂമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി മാത്രം റൂം, അതിനുള്ളിൽ ഇത്തികാഫ് ഇരുന്നാൽ എന്താവില്ല? ഇത്തികാഫ് ആവില്ല. നേരെ മറിച്ച് പള്ളി എന്ന നാമകരണം ചെയ്ത് പള്ളി ആയിക്കഴിഞ്ഞാൽ പിന്നെ വഖഫായി. പള്ളി നമ്മുടെ അല്ല, പള്ളി ആകണമെങ്കിൽ എന്തായിരിക്കും? വഖഫായിരിക്കണം, അള്ളാൻ്റെ ആയിരിക്കണം. അപ്പം നമുക്ക് വെക്കാനും കൈകാര്യം ചെയ്യാനും പറ്റൂല. അതാണ് പള്ളീൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള സ്ഥലത്തിലാണ് പള്ളി എന്ന് പറയുന്നത്. അവിടെ ജമാഅത്തും ഉണ്ടായിരിക്കും, അവിടെ ഇത്തികാഫ് ഇരിക്കാവുന്നതാണ്. അത് കുനൂത്ത് അവസാനം എന്നല്ല, ഏത് രാത്രികളിലും കുനൂത്ത് ഓതാന്നാണ്. അതായത് വിത്ർ നമസ്കാരത്തിൻ്റെ അവസാനത്തിലൊക്കെ നമുക്ക് എന്നും കുനൂത്ത് ഓതാം. അത് നമ്മൾ ശീലിച്ചു വന്നിട്ടില്ല, ശീലിച്ചത് റംസാൻ മാസം ആകുമ്പോൾ മാത്രമാണ്. അത് ചില സ്ഥലങ്ങളിൽ ഒന്നരാടുണ്ടാവും, ചില സ്ഥലങ്ങളിൽ റംസാൻ 15 കഴിഞ്ഞാൽ തുടങ്ങും, ചില സ്ഥലങ്ങളിൽ അവസാനത്തെ 10 തുടങ്ങും. അപ്പോൾ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനും ഹുസൈനും കുനൂത്തിൻ്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വിത്റിൽ പരാമർശിക്കപ്പെട്ട കുനൂത്ത്, അത് വിത്ർ നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ എന്ന് നമസ്കരിക്കണം. ഇപ്പം ഇന്ന് രാത്രി നിസ്കരിക്കുകയാണെങ്കിലും അവസാനത്തെ റക്അത്തിൽ നമുക്ക് എന്ത് ചെയ്യാം?
കുനൂത്തോ അത് റമദാനാവുമ്പോൾ പള്ളിയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ അത് എന്നും അത് പതിവാക്കാൻ മുൻഗാമികൾ ചെയ്തിട്ടുമില്ല. അവരിടക്കിടക്ക് ചെയ്തിരുന്നു. ചില ആളുകൾ പ്രത്യേകിച്ച് റംസാനാവുമ്പോൾ ചെയ്തിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ചിലർ റംസാനിലും ചിലർ റംസാനിൻ്റെ അവസാനങ്ങളിലേക്കൊക്കെ ഈ വ്യത്യാസങ്ങൾ പിൽക്കാലത്ത് വന്നത്. പണ്ഡിത ലോകത്ത് വളരെ പണ്ട് കാലം മുതലേ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണെന്ത്? ഹിലാല് കണ്ടാൽ നിങ്ങൾ നോമ്പ് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഹിലാൽ എവിടെ കണ്ടാൽ. അപ്പോൾ അവിടെയാണ് പണ്ഡിതന്മാർ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയത്. ഇപ്പം നമ്മുടെ കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനം എടുത്താൽ തന്നെ തിരുവനന്തപുരത്തെ ടൈമിലാവൂല എവിടെ, ചിലപ്പം പിന്നെ കാസർഗോഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് ആ ഭാഗത്ത് വരിക, വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സൂമൂലി റുയത്തിഹി എന്ന് പറയുമ്പോൾ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു, വിലായത്ത് എന്നുള്ള പ്രയോഗം കൊണ്ടുവന്നിട്ടുണ്ട്. വിലായത്ത് നമ്മൾ പറയുന്ന സംസ്ഥാനം എന്നൊക്കെയാണ്. ആ ഒരു ചെറിയൊരു രാജ്യം, ആ രാജ്യത്ത് നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോമ്പ് തുടങ്ങാം, പെരുന്നാൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യാം, അതായത് പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യാം. ചില പണ്ഡിതന്മാർ പറഞ്ഞത് മത്തുലകളിൽ വരുന്ന വ്യത്യാസം. മത്തുല എന്ന് പറഞ്ഞാൽ ഉദയ സമയം, ആ സമയത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ഇപ്പം ചന്ദ്രൻ്റെ ഉദയ സമയം ഒരു ഭാഗത്ത് ഒരു ടൈമിലാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് 6:25 നോക്കുക, വേറെ സ്ഥലത്ത് 6:30 ആ 6:25 എന്ന് പറയുന്ന സമയം ഉൾക്കൊള്ളുന്ന ആ പ്രവീക്ഷയിലുള്ള ആളുകളോടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള ആളുകളോടായിരിക്കാം. ഇങ്ങനെ ഈ നിലക്ക് ഇത് എല്ലാവരോടും കൂടി ഒന്നിച്ചാണ് എന്നും, അതല്ല മറ്റുലകൾ വരുന്ന ഉദയ സമയങ്ങളിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് കൊണ്ട് ഇതിലും വ്യത്യാസമുണ്ട് എന്ന നിലക്കുമൊക്കെ പണ്ഡിതന്മാർ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടഭിപ്രായം പറഞ്ഞ പണ്ഡിതനാണ്. അതേ സ്ഥാനത്ത് സൗദി അറേബ്യയിലെ പണ്ഡിതനായ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞ കാര്യം, പാകിസ്ഥാനിലെ ചില ആളുകൾ ഫത്വ ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ഉദയ സമയം വ്യത്യസ്തമാണ്, പക്ഷെ ചില പണ്ഡിതന്മാർ ഞങ്ങളോട് പറയാണ് സൗദി അറേബ്യയിലെ മാസം കണ്ട ഇവിടെ നോമ്പ് തുടങ്ങണം എന്ന് ഞങ്ങളോട് പറയുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടുത്തെ മാസപ്പിറവിയാണ് കണക്കാക്കേണ്ടത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അർക്കാനുൽ ഇസ്ലാം എന്നൊരു കിതാബുണ്ട്. അത് കുറേ ഫത്വകൾ ഇസ്ലാമിൻ്റെ നിസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഷെയ്ഖുൽ ഇബ്നു ഉസൈമീനിൻ്റെ. അദ്ദേഹം പറയാണ്, പാകിസ്ഥാനിലുള്ള ആളുകളായ ഞങ്ങളിവിടെ മാസം കണ്ട് ഞങ്ങളെങ്ങനെ നോമ്പെടുക്കുക എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ മാസപ്പിറവി കാണുന്നത് അതനുസരിച്ച് കൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂമൂലി റുയത്തിഹി എന്ന് പറഞ്ഞത് തൻ്റെ മുമ്പിലുള്ള ഒരു ജനതയോടാണ്. ഉറപ്പുള്ള കാര്യമാണ്, അവിടെ ചന്ദ്രൻ ഉദിക്കുമ്പോൾ ആ ചന്ദ്രൻ വേറെ സ്ഥലത്ത് ചിലപ്പോൾ സമയം നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പം ഇന്ത്യയിലൊരു സമയം, അമേരിക്കയിലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രാത്രിയുടെ സമയം. അപ്പോൾ അത് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് അവരോട് പറഞ്ഞ കാര്യമാണ്. അപ്പം ഈ ഹദീസിലെ പദപ്രയോഗം ആർക്കുള്ളതാണ്? അത് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഓരോരുത്തർക്കും എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്ത് അവന് ഉൾക്കൊള്ളുന്ന പ്രദേശത്തുള്ള സൂര്യ ഉദയത്തിൻ്റെ സമയം അനുസരിച്ച് കൊണ്ടുള്ള കൽപ്പനയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥലത്ത് എന്താണോ അതനുസരിച്ച് ചെയ്യാം.